നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അൻവർ ലുവയുടെ കൂടെയാണ്. മുറിവ് എന്ന സിനിമയുടെ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന അൻവർ ലുവയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു സിനിമയുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്, അതൊക്കെ ഒന്ന് പറയാമോ? ഇപ്പോൾ ജൂൺ 14-നാണ് നമ്മുടെ മുറിവ് എന്ന് പറയുന്ന ചിത്രം റിലീസാവുന്നത്. മുറിവ് ദ സൈൻ ഓഫ് സൈക്കോ, അതാണ് പടത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഒരു ആക്ഷൻ ത്രില്ലർ സൈക്കോ മൂവിയാണ്. അതിൻ്റെ കൂടെ പ്രണയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തോടൊപ്പം പോയിരുന്ന് കാണേണ്ട, തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണേണ്ട ഒരു ചിത്രമാണ്. പോയിരുന്ന് കാണാൻ ഒരു മടിയും വിചാരിക്കരുത്, കാരണം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെയാണ് ആ ചിത്രം ചെയ്തു വച്ചിരിക്കുന്നത്. ഒരു 90% പുതുമുഖങ്ങളെ വെച്ചുകൊണ്ടാണ് ആ പടം ചിത്രീകരിച്ചിരിക്കുന്നതെങ്കിലും ആ പുതുമുഖങ്ങൾ എന്ന് പറയുന്ന ആളുകൾ കുറേ നാളുകളായിട്ട് സിനിമയെ സ്വപ്നം കണ്ട് സിനിമയെ പാഷനാക്കി മാറ്റി മനസ്സിലിട്ട് അവരുടെ മനസ്സിലൊരു തീയാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അഭിനയിച്ചിരിക്കുന്നത് കൊണ്ട് അതൊരു പുതുമുഖങ്ങളാണെന്ന് ഒരിക്കലും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ പ്രകടനം അതുപോലെ നല്ല മികച്ച പ്രൂവ് ചെയ്ത ആക്ടേഴ്സ് ചെയ്തിരിക്കുന്ന പോലെയാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. അജയേട്ടനും ഞാനുമായിട്ട് കോമ്പിനേഷൻ. ഞാൻ ഈ പടത്തിലൊരു SI വിജയകുമാർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഞാൻ ഈ പടത്തിൽ എൻ്റെ അപ്പിയറൻസ് ഒക്കെ വേറെയാണ്. ഇപ്പോൾ മറ്റൊരു പടത്തിന് വേണ്ടി ഞാൻ വേറൊരു ചെറിയ ചേഞ്ചസ് വരുത്തിയിരിക്കുന്നതാണ്. അജയേട്ടനുമായിട്ട് ഞാൻ അങ്ങനെ കോമ്പിനേഷൻ ഇല്ല. പക്ഷേ എങ്കിലും ഈ നമുക്ക് ഷൂട്ടില്ലാത്ത സമയത്ത് നമ്മൾ ലൊക്കേഷനിൽ ലൈവായിരിക്കും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഒരുപാട് നമ്മുടെ ഡയറക്ടർ ഷമീർ സാറിൻ്റെ കൂടെ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അജയേട്ടൻ്റെ ഷൂട്ടിംഗ് ടൈമിലൊക്കെ നമ്മൾ അവിടെ ലൊക്കേഷനിൽ ഉണ്ടാവാറുണ്ട്. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ കാണുന്ന പോലെയല്ല, പുള്ളി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാനും അഭിനയത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ഒരു ലജനത്തിന് മാസ് ഡയറക്റ്റ് ചെയ്യാൻ മാത്രമല്ല മാസ് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിപ്പിച്ചിരിക്കുന്ന ഒരു പടമാണ് മുറിവ്. ഷമീറിനെ സംബന്ധിച്ച് ഷമീർ ഞാൻ കണ്ടിരിക്കുന്ന ഡയറക്ടേഴ്സിൽ നിന്നൊരു വ്യത്യസ്തനാണ്. കാരണം പുതുമുഖങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് ഷമീർ. അത് പുള്ളി ചൂസ് ചെയ്യുന്നത് തന്നെ പുള്ളി ഒരു ഇത് വെച്ചിട്ട് ആക്ടിങ് ഇത് വെച്ചിട്ടൊന്നുമല്ല. പുള്ളിയുടെ ക്യാരക്ടറിന് ആപ്റ്റാവുന്ന ഒരു രൂപവും അവർക്ക് അഭിനയിക്കാനുള്ള കഴിവും ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി കാസ്റ്റ് ചെയ്യും. ഒരുപാട് നല്ല പടങ്ങൾ വന്നിട്ടുണ്ട്. ഇത് പുതുമുഖങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ സിനിമയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാൻ പ്രിവ്യൂ ഒക്കെ കണ്ടതുകൊണ്ടും ഇതിൻ്റെ മറ്റുള്ള ആക്ടേഴ്സിൻ്റെ പ്രകടനം എല്ലാം അറിയാവുന്നത് കൊണ്ടും ഇപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളിൽ കടപിടിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് BGM ആണെങ്കിലും പാട്ടുകളാണെങ്കിലും അതിൻ്റെ സിനിമാറ്റോഗ്രാഫി എല്ലാ ഭാഗങ്ങളും എല്ലാം ഭയങ്കര അതുമായ ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നല്ല സൂപ്പർ ഹിറ്റായിട്ടുള്ള പടങ്ങൾക്ക് കടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പടം തന്നെയാണ് ഈ മുറിവ് എന്ന് പറയുന്ന ചിത്രം. നിഷാദ് കോയ സ്ക്രിപ്റ്റ് റൈറ്ററാണ്, അറിയാം, എല്ലാം പ്രൂവ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അജയേട്ടനെ പോലെ തന്നെ വളരെ പേര് കേട്ട ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹം ഇതിലൊരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസറുടെ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുമായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നതും ഭയങ്കര രസകരമാണ്. പുള്ളിയും എല്ലാവരെയും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ നമ്മളെ അനുജന്മാരെ പോലെ കാണുന്ന, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, അത് പോയതിന് ശേഷം ഷൂട്ട് കഴിഞ്ഞ് പോയതിന് ശേഷം ഫോൺ കോണ്ടാക്റ്റൊക്കെ നമ്മൾ ഫോൺ ചെയ്താൽ എടുത്ത് സംസാരിക്കുന്ന അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കര അനുഭവമായിരുന്നു അജയേട്ടനും അതല്ലെങ്കിൽ നിഷാദിക്കൊക്കെ ആയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. ഒരു അടിപൊളി സിനിമയാവട്ടെ, ഈ വർഷത്തെ അടുത്തൊരു സൂപ്പർ ഹിറ്റ് ആവട്ടെ. അപ്പോൾ എന്നാലും നമുക്ക് തിയേറ്ററിലേക്ക് കാണാം. അപ്പോൾ എൻ്റെ വർക്ക്ഷോപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് പ്രാക്ടീസ് തരികയും എൻ്റെ ക്യാരക്ടർ ഇതാണ്, ആ ക്യാരക്ടറിൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അത് ഡയലോഗ് പ്രസൻറ്റേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടർ. ഈസിലി അപ്രോച്ചബിൾ ആണ്. പിന്നെ പക്ഷേ സ്ട്രിക്റ്റ് ആണ്. ലൊക്കേഷനിൽ പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ജൂൺ 14-നാണ് ചിത്രം നമ്മുടെ മുറിവ് റിലീസാവുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. വളർന്നു വരുന്ന ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാരെ അനുഗ്രഹിക്കണം, സപ്പോർട്ട് ഉണ്ടാവണം. ഫാമിലിയായിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണണം. കാരണം ഒരിക്കലും ഒരു നഷ്ടമാവില്ല എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക.